നമസ്കാരം, ഞാൻ രഞ്ജിലാൽ. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിൽ ഫിസിക്സ് 4ാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേര് ഗ്രാവിറ്റേഷൻ. അതിൻ്റെ 2ാമത്തെ വീഡിയോ ആണത്. അപ്പം ആദ്യത്തെ വീഡിയോ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കാണുക. അതിനുശേഷം ഈ വീഡിയോ കാണുക. ഓക്കെ, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ആണ്. യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ന്യൂട്ടൺ ആണ്. ഓക്കെ, നമുക്ക് നോക്കാം. സർ ഐസക് ന്യൂട്ടൺ. യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്താ പറയുന്നത്? ഓൾ ബോഡീസ് ഇൻ ദ യൂണിവേഴ്സ് അട്രാക്ട് ഈച്ച് അതർ. ഓൾ ബോഡീസ് ഇൻ ദ യൂണിവേഴ്സ് അട്രാക്ട് ഈച്ച് അതർ. എല്ലാ യൂണിവേഴ്സിലെ എല്ലാ വസ്തുക്കളും പരസ്പരം എന്ത് ചെയ്യുന്നു? അട്രാക്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഏതൊരു വസ്തുവും എന്ത് ചെയ്യുന്നു? പരസ്പരം അട്രാക്റ്റ് ചെയ്യുന്നു. ദ ഫോഴ്സ് ഓഫ് മ്യൂച്വൽ അട്രാക്ഷൻ ബിറ്റ്വീൻ two bodies is directly proportional to the product of their masses and inversely proportional to the square of the distance between them. ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ്. നമുക്കതൊന്ന് ഒന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് പഠിച്ചു നോക്കാം. എന്താ ഇതിന് പറയുന്നതെന്ന് വെച്ചാൽ, ഫോഴ്സ് ഓഫ് മ്യൂച്വൽ അട്രാക്ഷൻ, രണ്ട് വസ്തുക്കൾ, ഏതൊരു വസ്തുക്കളും പരസ്പരം അട്രാക്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞല്ലോ. ആ വസ്തുക്കൾ തമ്മിലുണ്ടാകുന്ന പരസ്പര അട്രാക്ഷൻ, അതിന് വേണ്ടിയിട്ടുള്ള ഫോഴ്സ്, അത് എന്തിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്? നേർ അനുപാതത്തിലാണ്. ദ പ്രോഡക്റ്റ് ഓഫ് ദി മാസസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ. അത് തമ്മിലുണ്ടാകുന്ന ഡിസ്റ്റൻസിന് എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആവും അല്ലേ? അതെന്താണെന്ന് നോക്കാം. നമുക്ക് രണ്ട് മാസ് എടുക്കുകയാണ്. രണ്ട് മാസ് ഓഫ് സബ്സ്റ്റൻസ്, ഒന്ന് വലുതോ ഒന്ന് ചെറുതോ എന്തായിക്കോട്ടെ, ചിലപ്പോൾ സെയിം സൈസ് ആയാലും എന്തും കുഴപ്പമില്ല. നമ്മൾ രണ്ടും വ്യത്യസ്തമായിട്ടുള്ള മാസുള്ള സബ്സ്റ്റൻസുകളാണ് എടുത്തിരിക്കുന്നത്. ഒന്ന്, ആദ്യത്തെ വസ്തുവിൻ്റെ മാസ് എന്ന് പറയുന്നത് m1 ആണ്. എന്താണ്? m1. രണ്ടാമത്തെ വസ്തുവിൻ്റെ മാസ് എന്ന് പറയുന്നത് m2 ആണ്. നമുക്ക് കാര്യങ്ങൾ മനസ്സിലായല്ലോ. ആദ്യത്തെ വസ്തുവിൻ്റെ മാസ് m1, രണ്ടാമത്തെ വസ്തുവിൻ്റെ മാസ് m2. അപ്പം ഇവ തമ്മിൽ എന്തുണ്ടാവും? അട്രാക്ഷൻ, ഫോഴ്സ് ഓഫ് അട്രാക്ഷനോ റിപ്പൽഷനോ എന്തെങ്കിലും ഉണ്ടാവും. ഒരു ഫോഴ്സ് ഉണ്ടാവുമല്ലോ അല്ലേ? ഉണ്ടാവുമല്ലോ. ഫോഴ്സ് ഓഫ് അട്രാക്ഷനാണ് ഉണ്ടാവുക അല്ലേ? ഈ ഫോഴ്സ് എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ്? ഈ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഫോഴ്സ് ഉണ്ടാവുമല്ലോ. ആ ഫോഴ്സ് കണ്ടുപിടിക്കലാണ് നമ്മുടെ എയിം. അതിലൊരു കാര്യം കൂടി നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ്? ഇവ തമ്മിലുണ്ടാകുന്ന രണ്ട് മാസുകളുടെ സെൻറ്ററിൽ നിന്നാണ് കേട്ടോ ഡിസ്റ്റൻസ് എടുക്കുന്നത്. ഇതിൻ്റെ സെൻറ്ററാണ്. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഇത് രണ്ടാമത്തെ മാസിൻ്റെ സെൻറ്ററാണ്. ഇവ തമ്മിലുണ്ടാകുന്ന സെൻറ്ററിലുണ്ടാകുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ DU ആണ്. തന്നിരിക്കുന്ന ഒന്നുകൂടി പറയാണ്. രണ്ട് വസ്തുക്കളുടെ മാസ് തന്നിട്ടുണ്ട്. ആദ്യത്തെ വസ്തുവിൻ്റെ മാസ് m1, രണ്ടാമത്തെ വസ്തുവിൻ്റെ മാസ് m2. അവ തമ്മിലുണ്ടാകുന്ന ഡിസ്റ്റൻസ് സെൻറ്ററിൽ നിന്നാണ് മെഷർ ചെയ്യുന്നത്. ആ ഓരോ വസ്തുവിൻ്റെ സെൻറ്ററിൽ നിന്നാണ് മെഷർ ചെയ്യുന്നത്. അത് എത്രയാണ്? സ്മോൾ ലെറ്റർ D ആണ് തന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ നോക്കാം. അതങ്ങനെ എഴുതി വെക്കുന്നു അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം എന്താ പറയുന്നത്? യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം അവ തമ്മിലുണ്ടാകുന്ന ഫോഴ്സ് എന്തിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്? ആ വസ്തുക്കൾ തമ്മിലുള്ള മാസിൻ്റെ പ്രൊഡക്റ്റിന്, അവ തമ്മിൽ ഗുണിച്ചാൽ മാസ് തമ്മിലുണ്ടാകുന്ന പ്രൊഡക്റ്റിന് എന്താണ്? ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. അതായത് ഈ മാസ് തമ്മിലുള്ള ഗുണനഫലം. ഒരു ഉദാഹരണം, m1 എന്ന് പറയുന്നത് 2ഉം m2 എന്ന് പറയുന്നത് 1ഉമാണ് വിചാരിക്കുക. അപ്പോൾ 2x1 യഥാർത്ഥത്തിൽ എന്ത്? മാസ് തമ്മിലുണ്ടാകുന്ന പ്രൊഡക്റ്റ്. അപ്പം ഫോഴ്സ് എന്ന് പറയുന്നത് രണ്ട് ഈക്വൽ ആയിക്കോളുന്നില്ല. ഫോഴ്സ് ഇപ്പോൾ 4 വിചാരിച്ചോ. ഇനി അടുത്ത ഘട്ടത്തിൽ m1 എന്ന് പറയുന്നത് എന്താക്കി മാറ്റുകയാണ്? 2ൽ നിന്ന് 4 മാറ്റി. m2 എന്ന് പറയുന്നത് എത്രയായിട്ട് മാറ്റി? 1ൽ നിന്ന് എത്രയാക്കി? 2 മാറ്റി. അങ്ങനെയാണെങ്കിൽ അവ തമ്മിലുണ്ടാകുന്ന പ്രൊഡക്റ്റ് എന്തായിരിക്കും? 4 × 2 എത്ര? 8 അല്ലേ? അതിന് അനുപാതമായിട്ട് ഫോഴ്സിൽ വ്യത്യാസം. ഫോഴ്സ് 4 ആയിരുന്നില്ല ആദ്യത്തെ കണ്ടീഷനിൽ. 4ൽ നിന്ന് എന്തായിട്ട് മാറും? അതിനനുസരിച്ചിട്ടുള്ള വ്യത്യാസം കൂടും. ഓക്കെ, അതായത് ആദ്യത്തെ കേസിൽ നമുക്ക് 4 ആയിരുന്നു ഈ മാസ് പ്രൊഡക്റ്റുകൾ തമ്മിലുണ്ടാകുന്ന
പ്രൊഡക്റ്റുകൾ മാസുകൾ തമ്മിലുണ്ടാകുന്ന പ്രൊഡക്റ്റ്. അടുത്ത രണ്ടാമത്തെ കേസിൽ എന്തായിരുന്നു 4×2 എത്രയാണ് 8 കിട്ടിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ 4ൻ്റെ ഡിഫറൻസ് ഉണ്ടാകുന്നില്ലേ ഇല്ലേ. അതേപോലെ ഫോഴ്സിനും ആ 4ൻ്റെ ഡിഫറൻസ് ഉണ്ടാകും. ഫോഴ്സിലും ആ ഇടതുവശത്തും അതിൻ്റെ ഡിഫറൻസ് ഉണ്ടാകും. എത്രത്തോളമാണോ ഇവിടെ ഡിഫറൻസ് ഉണ്ടായത്, റൈറ്റ് സൈഡിൽ ഡിഫറൻസ് ഉണ്ടായത്, അത്രത്തോളം എവിടെ ഉണ്ടാവും, ലെഫ്റ്റ് സൈഡിലും ഡിഫറൻസ് ഉണ്ടാവും. അത്ര മനസ്സിലാക്കുക. ഓക്കെ, അതായത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ കൂടും, എത്രത്തോളം കൂടുന്നോ അത്രത്തോളം കൂടും. ഓക്കെ, ഒന്ന് കൂടുകയാണെങ്കിൽ അതേപോലെ തന്നെ കൂടും, ഒന്ന് കുറയുകയാണെങ്കിൽ അതേപോലെ തന്നെ കുറയും. അതാണ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വശത്ത് കൂടുകയാണെങ്കിൽ ഈ വശത്ത് എന്തെങ്കിലും ഇത് കൂടുകയാണെങ്കിൽ അതേപോലെ തന്നെ എന്ത് ചെയ്യും, ഇടതുവശത്തും കൂടും. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ ഇതിൻ്റെ പ്രൊഡക്റ്റ് കുറയുകയാണെങ്കിൽ ഫോഴ്സ് എന്ത് ചെയ്യും, കുറയും. അതാണ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയുന്നത്. അതേപോലെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അതിൻ്റെ നേരെ വിപരീതം. ഒന്ന് ഇവിടെ കൂടുകയാണെങ്കിൽ ഈ വലതുവശത്ത് കൂടുകയാണെങ്കിൽ ഇടതുവശത്ത് എന്ത് ചെയ്യും, കുറയും. ഓക്കെ, വലതുവശത്ത് കുറയുകയാണെങ്കിൽ ഇടതുവശത്ത് എന്ത് ചെയ്യും, കൂടും. ഓക്കെ, അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണുള്ളത്. ക്ലിയർ? അതാണ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലും. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം എന്താണ് പറയുന്നത്, പ്രൊഡക്റ്റ് ഓഫ് മാസസ്, തന്നിരിക്കുന്ന മാസുകളുടെ പ്രൊഡക്റ്റിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. അതായത് പ്രൊഡക്റ്റ് മാസിൻ്റെ പ്രൊഡക്റ്റ് എന്താണ് കൂടുകയാണെങ്കിൽ ഫോഴ്സും കൂടും, മാസിൻ്റെ പ്രൊഡക്റ്റ് കുറയുകയാണെങ്കിൽ ഫോഴ്സ് എന്ത് ചെയ്യും, കുറയും. ഓക്കെ, അതേപോലെ വേറെ ഒന്നുകൂടി പറയുന്നുണ്ട്, എന്താണ്, രണ്ടും രണ്ടാക്കി പറയാണ്. ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് സ്മോൾ ലെറ്റർ ഡി ആണ് അല്ലേ. അപ്പോൾ ഡിസ്റ്റൻസിനെ സംബന്ധിച്ചൊരു ഫോഴ്സ് എന്താണ് ഉണ്ടായിരിക്കുന്നത്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്. അതായത് ഫോഴ്സ് കൂടുമ്പോൾ ഡിസ്റ്റൻസ് കുറയും, ഡിസ്റ്റൻസ് കൂടുമ്പം ഫോഴ്സ് എന്ത് ചെയ്യും, കൂടും. ഓക്കെ, അപ്പോൾ അങ്ങനെ രണ്ട് ഇക്വേഷനായി മാറി. ആദ്യത്തെ കേസിൽ മാസുകൾ തമ്മിലുണ്ടാകുന്ന പ്രൊഡക്റ്റിൻ്റെ കേസിലുള്ളത് അത് തമ്മിലുണ്ടാകുന്ന ഒരു ഇക്വേഷൻ ഉണ്ടാക്കി. മാസുകൾ തമ്മിലുള്ള പ്രൊഡക്റ്റ് എന്തിനാണ്, ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനാണ്. അതുപോലെ ഡിസ്റ്റൻസുകൾ തമ്മിലുണ്ടാകുന്ന ഡിസ്റ്റൻസിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ എന്താണ്, അതിൻ്റെ സ്ക്വയറിൻ്റെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനിലാണ് എന്ത്, ഫോഴ്സ് എന്ന് പറഞ്ഞു. ഇനി രണ്ടും കൂടി ക്ലബ് ചെയ്ത് പറഞ്ഞൂടെ. അപ്പോൾ ഞാൻ രണ്ടെണ്ണം കൂടി ക്ലബ് ചെയ്യാണ്. എന്താണ്, എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു m1 m2 by d². ഇവിടെ എഫ് എന്ന് പറയുന്നത് ഫോഴ്സാണ്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ട് വസ്തുക്കൾ തമ്മിലുണ്ടാകുന്ന നമ്മുടെ മ്യൂച്വൽ അട്രാക്ഷൻ ആണ്, അതിന് വേണ്ടിയിട്ടുള്ള ഫോഴ്സാണ്, മ്യൂച്വൽ അട്രാക്ഷന് വേണ്ടിയിട്ടുള്ള ഫോഴ്സാണ്. അതുപോലെ m1ഉം m2 എന്ന് പറയുന്നത്, m1 എന്ന് പറയുന്നത് ആദ്യത്തെ വസ്തുവിൻ്റെ മാസും m2 എന്ന് പറയുന്നത് രണ്ടാമത്തെ വസ്തുവിൻ്റെ മാസും. ഡി എന്ന് പറയുന്നത് ഇവ തമ്മിലുണ്ടാകുന്ന ഡിസ്റ്റൻസ്, മാസുകൾ രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എവിടെ നിന്ന് മെഷർ ചെയ്യണം, സെൻട്രലിൽ നിന്ന്. ഓക്കെ, അപ്പോൾ എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു m1 m2 by d². നമുക്കറിയാം പ്രൊപ്പോർഷണാലിറ്റിയെ ഈക്വാലിറ്റി ആക്കണമെങ്കിൽ എന്താക്കണം, ഒരു കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം എന്നുള്ളല്ലേ അല്ലേ. അങ്ങനെയാണല്ലോ നമ്മൾ പഠിച്ചത്, മാത്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു കോൺസ്റ്റൻ്റ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന ക്യാപിറ്റൽ ലെറ്റർ ജി. ഓക്കെ, ആ ജിയുടെ പേരെന്താണ്, ആ ജിയെ നമ്മൾ പറയുന്നത് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഏത് സമയത്ത് പഠിക്കേണ്ട കേസിൽ ആവശ്യമുണ്ട്. ക്യാപിറ്റൽ ലെറ്റർ ജി, നമ്മൾ അന്ന് പഠിച്ചത് സ്മോൾ ലെറ്റർ ജിയെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, ഇനി പഠിക്കാനുമുണ്ട്. ഓക്കെ, അത് മാറിപ്പോകരുത്. സ്മോൾ ലെറ്റർ ജി എന്ന് പറയുന്നത് എന്താണ്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അത് പിന്നെ പഠിക്കാം. ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ ജി ആണ്, അതെന്താണ്, ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്. മാറിപ്പോകരുത് കേട്ടോ. അതായത് ഇങ്ങനെ അത് ചെയ്തപ്പം കിട്ടിയത് എന്താണ്, ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ് ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, അത് ചെയ്തപ്പോൾ കിട്ടിയ പ്രൊഡക്റ്റാണ്. അത് ചെയ്ത് നോക്കിയപ്പോൾ തിയററ്റിക്കലി ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ ആണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 6.67 × 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ബൈ കിലോമീറ്റർ സ്ക്വയർ. ഓക്കെ, ഒന്നുകൂടി പറയുന്നു. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ ജി ആണ്. ക്യാപിറ്റൽ ലെറ്റർ ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് 6.67 × 10⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ കിലോഗ്രാം സ്ക്വയർ. ഓക്കെ, കണ്ടല്ലോ. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വാല്യൂ കാണാതെ പഠിക്കുന്നതല്ലാതെ വേറെ നിവൃത്തിയില്ല. കാരണം എന്താ വെച്ചാൽ ഇത് പ്രോബ്ലംസിലൊക്കെ അത്യാവശ്യമുള്ളതാണ്. ഓക്കെ,
അപ്പോൾ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റൻറ്റ് വാല്യൂ എന്താണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ പ്രോബ്ലംസിലൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ ചിലപ്പോൾ തന്നിട്ടില്ലെങ്കിൽ നിങ്ങളിത് പഠിച്ചു വെച്ചാൽ അത് അവിടെ പുട്ട് ചെയ്യണം. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇവ തമ്മിലുള്ള ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഇവ തമ്മിലുണ്ടാകുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, ഏത് തമ്മിൽ? ഫോഴ്സ്, ഈ നമ്മുടെ മ്യൂച്വൽ അട്രാക്ഷൻ തമ്മിലുണ്ടാകുന്ന ഫോഴ്സ് എന്തിനാണ്? അവിടെ ഒരു കോൺസ്റ്റൻ്റ് ഉണ്ടാക്കുന്നില്ലേ? ആ കോൺസ്റ്റൻ്റ് ആണ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ്. അത് തിയററ്റിക്കലി നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞതാണ്. ഇതിൽ പ്രാക്ടിക്കലി രീതിയിൽ കണ്ടുപിടിച്ചൊരു കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ടാണ് അതിന് ആ വാല്യൂ കൊടുത്തിരിക്കുന്നത്. ക്ലിയർ? നമുക്ക് പഠിച്ചല്ലോ ഈ ഇക്വേഷൻ എന്താണെന്ന് പഠിച്ചല്ലോ. ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഒന്നും കൂടി അതാണ്, അത് കൃത്യമായിട്ടൊന്ന് പഠിക്കണം. എന്താണ് നമ്മൾ F = gm1m2/d². d² മറന്നു പോകരുത്. d മാത്രമല്ല, d² എന്ന് തന്നെ കൃത്യമായിട്ട് പഠിക്കണം. ഇതിലൊന്നുകൂടി പറയാണ്, F എന്ന് പറയുന്നത് എന്താണ്? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ 2 ബോഡീസ് ഓർ 2 ഒബ്ജക്റ്റ് അല്ലേ? ഇനി G എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ് ആണ്. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്, ക്യാപിറ്റൽ ലെറ്റർ G. M1 എന്ന് പറയുന്നത് ഫസ്റ്റ് ഒബ്ജക്റ്റിൻ്റെ മാസ്, വസ്തുവിൻ്റെ മാസ്. M2 എന്ന് പറയുന്നത് സെക്കൻഡ് ഒബ്ജക്റ്റിൻ്റെ മാസ്. D എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ 2 ഒബ്ജക്റ്റ്, 2 വസ്തുക്കൾ തമ്മിലുണ്ടാകുന്ന ഡിസ്റ്റൻസ് ആണ്. എവിടെ നിന്ന് മെഷർ ചെയ്യണം? വസ്തുക്കളുടെ സെൻറ്ററിൽ നിന്ന് മെഷർ ചെയ്യണം. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇതാണ് നമ്മുടെ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നത് വിശദമാക്കി തരുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റും പഠിക്കണം. സ്റ്റേറ്റ്മെൻറ്റും ക്ലിയർ ആയിട്ട് തന്നെ പഠിക്കണം. എന്താണ് ദ ഫോഴ്സ്? ഇനി നമ്മൾ ആ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് ഒന്ന് ക്ലിയർ ആയിട്ട് പോവുകയാണ്. ദ ഫോഴ്സ് ഓഫ് മ്യൂച്വൽ അട്രാക്ഷൻ ബിറ്റ്വീൻ 2 ബോഡീസ്. ദ ഫോഴ്സ് ഓഫ് മ്യൂച്വൽ അട്രാക്ഷൻ ബിറ്റ്വീൻ 2 ബോഡീസ്, അതായത് F, ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? ദ പ്രൊഡക്റ്റ് ഓഫ് ദർ മാസസ്, അതായത് ആ മാസുകളുടെ പ്രൊഡക്റ്റാണ്, ഗുണനഫലമാണ്. ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ, ആ ഡിസ്റ്റൻസിൻ്റെ അവ തമ്മിലുണ്ടാകുന്ന ഡിസ്റ്റൻസിൻ്റെ എന്താണ്? വിപരീത അനുപാതത്തിലാണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്നാണ് പറയുന്നത്. അതാണ് നമ്മുടെ ഇതിൽ കൊടുത്തിരിക്കുന്ന ഇക്വേഷൻ. ഓക്കെ, ഈ ഇക്വേഷൻ മറന്നു പോകരുത്. നമുക്ക് പ്രോബ്ലംസിനും എല്ലാത്തിനും ആവശ്യമാണ്. ഇനി അവിടെ അങ്ങോട്ടുള്ള ഏത് ഫിസിക്സ് പഠിക്കുകയാണെങ്കിലും ഇത് ആവശ്യമുള്ളൊരു ഫോർമുലയാണ്. ഈ കോൺസ്റ്റൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഗ്രാവിറ്റേഷൻ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് എന്തായാലും ഇരുന്ന് പഠിക്കണം. ഓക്കെ, ഇനി ഒരു പ്രോബ്ലം സെക്ഷനിലേക്ക് പോകാം. അതിൻ്റെ കോൺസ്റ്റൻറ്റ് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം സെക്ഷൻ. മാസ് ഓഫ് ദി ബോഡീസ് തന്നിട്ടുണ്ട്. കുറച്ച് പ്രോബ്ലംസ് നമുക്കിത് മനസ്സിലാക്കി തരണ്ടേ? ഇതിപ്പോൾ ഇത് ശരിയാവണോ ഇല്ലയെന്ന് നോക്കണ്ടേ? മാസ് ഓഫ് എ ബോഡി തന്നിട്ടുണ്ട്. M1 എത്രയാണ്? 5. M2 എത്രയാണ്? 10. അപ്പോൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 2. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താ അറിയോ? ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ എടുക്കണം. മിക്കവാറും ആൾക്കാർ ഡിസ്റ്റൻസ് സ്ക്വയർ എടുക്കാതെ നേരിട്ട് അങ്ങോട്ട് ചെയ്തു പോകും. അത് തെറ്റാണ്. അതിൻ്റെ സ്ക്വയർ ആണ് അവിടെ ആവശ്യമുണ്ട്. അപ്പോൾ നോക്കാം. അപ്പം നമുക്ക് അതേ ഡയറക്റ്റ് അതിൽ കൊടുത്താൽ പോലെ നമ്മുടെ ഇക്വേഷൻ F ഫോഴ്സ്, മ്യൂച്വൽ ഫോഴ്സ് എത്രയാണെന്ന് ചോദിക്കും. മ്യൂച്വൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എത്രയാണെന്ന് ചോദിച്ചത്. F = gm1m2/r², d² ആണല്ലോ അല്ലേ? അപ്പോൾ അവിടെ അതൊന്ന് കൊടുത്തു നോക്കിയാൽ G അവിടെ കൊടുത്തു. G എന്ന് പറഞ്ഞാൽ 6.67 × 10⁻11 അല്ലേ? അതാണ് അവിടെ കൊടുത്താൽ മാത്രം മതി അല്ലേ? ഇത് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ യഥാർത്ഥ വാല്യൂ എന്താണെന്നുള്ളത് കിട്ടും. ആ ജീൻ്റെ സ്ഥാനത്ത് അതും കൂടി കൊടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കറക്റ്റ് വാല്യൂ കിട്ടും. പക്ഷേ നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ എന്താ G അങ്ങനെ വെച്ചിട്ട് വാല്യൂ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. ജിയുടെ അടിസ്ഥാനത്തിൽ G അവിടെ വെച്ചിട്ട് ബാക്കിയുള്ള എന്താണെന്നുള്ള അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു? ഈ 5 × 10 എത്രയായി? 50. 50/2² എത്രയാണ്? 2² 4. 50/4 എന്ന് പറഞ്ഞാൽ എത്രയായി? 50/4 എന്ന് പറഞ്ഞാൽ 12.5. അത്രയാണ് ഈ വാല്യൂ കിട്ടിയിരിക്കുന്നത്. ക്ലിയർ? ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കുക. മാസ് 10, M1ഉം M2ഉം തുല്യ മാസമാണ്. അങ്ങനെയാണെങ്കിൽ നോക്കാം. ഇത് ഡിസ്റ്റൻസ് 2 അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? 10 × 10 / 2². 10 × 10 / 2² എന്ന് പറഞ്ഞാൽ 10 × 10 എത്രയാണ്? 100 അല്ലേ? 100/2² എത്രയാണ്? 4. 100/4 എന്ന് എത്രയാണ്? 25. നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. വീട്ടിലൊന്ന് ഇരുന്ന് ചെയ്ത് നോക്കാം. സെയിം ആ ഇക്വേഷനിൽ നേരിട്ട് അങ്ങ് പുട്ട് ചെയ്താൽ മാത്രം മതി. ഓക്കെ,
ജി അവിടെ വെച്ചിട്ട് അതിൻ്റെ ബാക്കിയുള്ള അങ്ങോട്ട് ചെയ്താൽ മാത്രം മതി. ഇതാ M1 എന്ന് പറയുന്നത് 10, M2 എന്ന് പറയുന്നത് 20. അപ്പോൾ 10 × 20 200/4, അതായത് 2 സ്ക്വയർ അത്ര 4ആയി. അപ്പോൾ എത്രയായി? 50 കിട്ടും. ഇനി അടുത്ത നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അതിൻ്റെ ഒക്കെ ഞാൻ അവിടെ ചെയ്ത് തന്നിട്ടുണ്ട്, നിങ്ങളതൊന്ന് നോക്കിയാൽ മതി. 5 എത്രയാണ്? 5 × 10 50 /4 സ്ക്വയർ എത്രയാണ്? 4 × 4 16 എടുക്കണം കേട്ടോ. അപ്പം 50/16 കിട്ടുമ്പോൾ എത്ര? 3.125 കിട്ടും. ഓക്കെ. അടുത്ത 5 × 10 എത്ര? 50 അല്ലേ? 1 × 1 സ്ക്വയർ എത്രയാണ്? 1 തന്നെയാണ്. 50/1 50 തന്നെ കിട്ടും. മനസ്സിലായോ? അപ്പോൾ ഇനി അടുത്ത രണ്ടും നിങ്ങളെന്ത് ചെയ്യുക? ചെയ്ത് നോക്കുക. ക്ലിയർ? അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഉത്തരം കിട്ടും. ഞാനിവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് ഇങ്ങനെ കിട്ടുന്നുണ്ടോ, കറക്റ്റ് കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ക്ലിയർ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. അതിന് മുമ്പ് ഒരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, വലിയ ക്ലാസ്സിലേക്ക് വരുമ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം കൂടി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താണ്? F = Gm1 M2/d² അല്ലേ? ഇനി വലിയ ക്ലാസ്സിൽ +2 എത്തുന്ന സമയത്ത് ഒരു ഫോർമുല പഠിക്കേണ്ടി വരും. F is proportional to Q1 Q2 /R² എന്നൊരു ഇത് പഠിക്കേണ്ടി വരും. ഇതിനെ നമ്മൾ അവിടെ പഠിക്കും കൂളംസ് ലോ എന്ന് പഠിക്കും. കൂളംസ് ലോ ഒരു വ്യത്യാസമില്ല, ഇത് സെയിം സംഭവം തന്നെയാണ് അവിടെയും ഇവിടെ ഉള്ളത്. പക്ഷെ വ്യത്യാസം എന്താണ്? ഇവിടുത്തെ കേസിൽ മാസാണ്, രണ്ടും മാസാണ്. ഇവിടെ ഡിസ്റ്റൻസ് സ്മോൾ ലെറ്റർ D ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിന് പകരം നമുക്കിവിടെ എന്താണ് കൊടുത്തിരിക്കുന്നത്? ഇതിന് പകരം നമുക്ക് ഇവിടെ ഉള്ളത് ചാർജസ്. എന്താണ്? ചാർജസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ്? ചാർജസ് ആണ്. Q1 and Q2 എന്ന് പറഞ്ഞാൽ രണ്ട് ചാർജസും അവ തമ്മിലുണ്ടാകുന്ന ഡിസ്റ്റൻസ് സ്മോൾ ലെറ്റർ R ആണ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ വലിയ ക്ലാസ്സിലെത്തുമ്പോൾ ആ കൂളംസ് ലോയും ഇതുമായിട്ട് കമ്പയർ ചെയ്താൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുമല്ലോ അല്ലേ? അപ്പോൾ ഈ ഇക്വേഷൻസ് അതൊക്കെ പഠിച്ചു വെക്കണം. അവിടെ അതേമാതിരി പ്രൊപ്പോർഷണാലിറ്റി ഇക്വാലിറ്റി ആക്കുന്ന സമയത്ത് വേറൊരു കോൺസ്റ്റൻറ്റ് വരുന്നുണ്ട്, μ0 എന്ന് പറഞ്ഞൊരു കോൺസ്റ്റൻറ്റ് വരുന്നുണ്ട്. വലിയ ക്ലാസ്സിലപ്പം +2 എത്തുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാം. ഓക്കെ. അപ്പോൾ ഇന്നെടുത്ത കാര്യങ്ങളൊന്ന് പഠിക്കുക. യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ്, യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷനാണ് പഠിച്ചിരിക്കുന്നത്. അതിൽ പഠിച്ച കുറേ കാര്യങ്ങളുണ്ട്. ഈ ഫോർമുല എങ്ങനെ കിട്ടുന്നത് പഠിക്കണം. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ് എന്താണെന്ന് പഠിക്കണം. ഓക്കെ. ഒരു പ്രോബ്ലം തന്നിട്ടുണ്ട്. ബാക്കിയുള്ള 2 പ്രോബ്ലം നിങ്ങൾ എന്ത് ചെയ്യണം? ചെയ്ത് നോക്കണം. ഓക്കെ. താങ്ക് യു.